സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സുമായി ഇന്നും ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയേക്കും. കൂടിയാലോചനയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആരോഗ്യവകുപ്പിനെ അറിയിച്ചാലാകും മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുക. ചർച്ചയുണ്ടായില്ലെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള സമിതിയെ നിയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് നേരിട്ട് കടന്നേക്കും. സലീം മാലിക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, അവിടെ സമരം തുടരുകയാണ്. ഇന്നൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ സലീം? ഇന്ന് ചർച്ചയ്ക്ക് ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് ചില കടമ്പകളുണ്ട്. അതായത് ഈ ആശാ വർക്കേഴ്സ് പറയുന്നത് ആരോഗ്യമന്ത്രി ക്ഷണിച്ചാൽ മാത്രമാണ് ചർച്ചയ്ക്ക് തയ്യാറുള്ളതാണ്. അതേസമയം ആരോഗ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാട് ഈ നിലവിൽ ആശാ വർക്കേഴ്സ് തന്നെ തങ്ങളുമായി ഇനി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയണം എന്നുള്ളതാണ്. ഇന്നലെ തന്നെ അക്കാര്യം അറിയിച്ചിരുന്നതാണ്. ആശാ വർക്കേഴ്സുമായുള്ള ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം, ഈ സമരം ചെയ്ത മുഴുവൻ ആളുകളുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ഇന്നലെ നടത്തിയ ശുപാർശകളിൽ അഭിപ്രായം പറയണം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയിരിക്കും എന്തായാലും സമരം. നിലവിൽ ഈ സമരം ഇന്ന് രാപ്പകൽ സമരം 54-ാം ദിവസമാണ്. ഒപ്പം തന്നെ നിരാഹാര സമരം 16-ാം ദിവസത്തിലുമാണ്. ഇന്നലെയാണ് മൂന്നാമതൊരു ചർച്ച കൂടി നടന്നത്. ആരോഗ്യമന്ത്രിയുമായുള്ള മൂന്നാം ഘട്ട ചർച്ചയും പരാജയപ്പെടുകയായിരുന്നു. ഒരു കമ്മീഷനെ നിയോഗിക്കാം, ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാം എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ച വാദം. പക്ഷേ അത് അംഗീകരിക്കാൻ ഈ സമര നേതാക്കളോ സമരക്കാരോ തയ്യാറായിട്ടില്ല. ഇന്നിനിയൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? അല്ല, നമ്മൾ ഇന്നലെ ചർച്ച കംപ്ലീറ്റ് ആയില്ലല്ലോ. നമ്മളൊരു പ്രപ്പോസൽ അങ്ങോട്ട് വെച്ചു, അവരൊരു പ്രപ്പോസൽ, കമ്മിറ്റിയുടെ പ്രപ്പോസൽ ഇങ്ങോട്ട് വെച്ചു. ആ പ്രപ്പോസൽ, ബാക്കി യൂണിയനുകൾ അംഗീകരിച്ച പ്രപ്പോസൽ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളൊരു സമരഭൂമിയിൽ നിന്ന് 53 ദിവസം സമരത്തിൽ നിന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇനിയൊരു കമ്മിറ്റിയെ വെച്ചിട്ട് പഠിച്ച് 3 മാസം കഴിയുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു പ്രപ്പോസൽ വെച്ചു. ഓണറേറിയത്തിൻ്റെയും വിരമിക്കൽ ആനുകൂല്യവും സംബന്ധിച്ച് ഈ കമ്മിറ്റി പഠിക്കേണ്ട കാര്യമില്ല, അത് സർക്കാർ പ്രഖ്യാപിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അത് അവരംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള തൊഴിൽ ചർച്ചകൾ നടക്കുമ്പോൾ വീണ്ടും ചർച്ചകൾ ആവശ്യമായി വരും. അപ്പം നമ്മൾ ഇനിയും ചർച്ച ചെയ്യാം എന്ന്, ചർച്ച ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. മറ്റ് യൂണിയനുകളും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണമെങ്കിലും ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചർച്ച ചെയ്യാതെ പിന്നെ ഇതെങ്ങനെ പരിഹരിക്കുന്നത്? അത് ഈ ആരോഗ്യമന്ത്രിയുടെ തന്നെ ഓഫീസിൽ നിന്ന് നിങ്ങളെ ക്ഷണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മളങ്ങനെ പറഞ്ഞിട്ട് പോന്നു. മറ്റ് യൂണിയനുകൾ അക്സെപ്റ്റ് ചെയ്തു. മിനിസ്റ്റർ ഇനി അവരെ അറിയിക്കുകയാണല്ലോ വേണ്ടുന്നത്, എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യം. ശരി ഉന്മേഷ്, അത് തന്നെയാണ്. അതായത് എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ സമരക്കാർ തയ്യാറല്ല എന്നുള്ളതാണ്. അതായത് കമ്മിറ്റിയെ വെച്ച് വിഷയം പഠിക്കുന്നതൊക്കെ അങ്ങനെ നിൽക്കട്ടെ, പക്ഷേ ഏതെങ്കിലും നിലയിൽ ഓണറേറിയ വർധനയും വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിക്കുക എന്നുള്ളതില്ലാതെ ഒരു കമ്മീഷനെ വെച്ചുള്ള പഠനത്തിന് ഈ സമരക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഓണറേറിയ വർധന നടപ്പിലാക്കുന്നത് വരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ശരി, സലീം മാലിക്കാണ് സെക്രട്ടേറിയറ്റ് മുൻപിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.